ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആദ്യത്തെ പണി ഉടുതുണി കിട്ടണമെങ്കിൽ ടാസ്ക് ജയിക്കണം, ഇല്ലെങ്കിൽ തുണി ഇല്ലാതെ ഓടിക്കും. അതാണ് ബിഗ് ബോസിന്റെ ആദ്യത്തെ പണി. ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡ്, ബിഗ് ബോസ് സീസൺ 7 മലയാളം ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് ടെലികാസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് നല്ല കണ്ടസ്റ്റൻസും ഉണ്ട്, കഴിഞ്ഞതിലും വാഴയായിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസും ഉണ്ട്. ആ കാര്യങ്ങളും ഒരു 16 ടാസ്കും എൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇപ്പോഴും മുന്നോട്ടും ആവശ്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളെ രേഖപ്പെടുത്തുക. കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് വരാം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ ഏഴിന്റെ പണി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരുമാതിരി 16ന്റെ പണിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ലാലേട്ടൻ കൈലിയൊക്കെ കൊടുത്ത്, കൈലിയല്ലല്ലോ എന്തായാലും ഉടുത്തു കലിപ്പ് ലുക്കി കയറി വന്നു. അടാറായിട്ടുള്ള അടിപൊളി സെറ്റൊക്കെ കാണിച്ച് അവിടെ ലാലേട്ടൻ്റെ ആ ലാലേട്ടൻ്റെ ഒരു ഓറ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കണ്ടു. ലാലേട്ടൻ സ്റ്റേജിലേക്ക് വന്നു, കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ തവണത്തെ പോലെ വീടിനകത്ത് വാഴയില്ല, വീടിനകത്ത് കയറിയതിൽ വാഴകളുണ്ടോ നമുക്ക് അറിയാൻ പാടില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ ഈ വാഴകളുടെ കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പകരം കുറെ പൂവും കായും തേനും പഴവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഈ തവണ പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടായത്. അതിന് പകരം ഒരു പണിപ്പുരയുണ്ട്. ഈ പണിപ്പുരയിൽ ഇവരുടെ സാധനങ്ങളൊക്കെ പിടിച്ച് ലോക്ക് ചെയ്യും. തുറന്നു കൊടുക്കണമെങ്കിൽ ചില ടാസ്കുകൾ വരും. അതാണ് ഈ തവണത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിന്റ് ആയിട്ട് അവർ അവതരിപ്പിച്ചത്. ഇത് പവർ റൂമിനെക്കാട്ടും വലിയ പ്രശ്നമാകുമോ അതോ നന്നാകുമോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. കൺഫെഷൻ റൂം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പൗഡർ റൂം ഉണ്ട്. എന്തിനാണോ എന്തോ ഇവരെല്ലാം അല്ലെങ്കിലേ എല്ലാം ബ്യൂട്ടി കോൺഷ്യസുകളാണ്. വീണ്ടും നമുക്ക് സൗന്ദര്യമായിട്ട് കാണാനായിട്ട് പൗഡർ റൂം ഉണ്ട്. ഇനി അതിനകത്ത് വലിയ ട്വിസ്റ്റും ഉണ്ടോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ ടാസ്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ റെനീഷ വിജയം വന്നൊരു ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, കണ്ണ് കെട്ടിട്ട് ബജ്ജ തപ്പിപ്പോണം. ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു തരും. തപ്പി പോയിട്ട് ഇവരുടെ പേരുള്ള മാല എടുത്ത് കഴുത്തേലിട്ടിട്ട് ഒരു പൊടി തപ്പി ഇങ്ങനെ അപ്പണം. ഇതാണ് സംഭവം. ഈ ടാസ്ക് ചെയ്ത് 3 പേര് വിജയിക്കും. ഈ 3 പേർക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പറയാം. നമുക്ക് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിനകത്ത് വാഴകളെ മികവൂർന്ന ആൾക്കാരെ നമുക്കൊന്ന് കണ്ടുപിടിച്ചളയാം. ആദ്യം തന്നെ കയറിയത് ഒരു കോമണറാണ്, അനീഷ് തറയിൽ. കയറിയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു പ്രകടനം കണ്ടിട്ട് എനിക്കൊരു തറ പെർഫോമൻസ് ആയിട്ട് തോന്നിയത്. മറ്റ് കണ്ടസ്റ്റൻസ് വരുമ്പോഴത്തേനും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. നീ ആരാ, എനിക്കറിയത്തില്ല, എന്നെ അറിയത്തില്ലേ, അമ്മാതിരി ഒരുമാതിരി പട്ടി ഷോ ആയിട്ടാണ് പുള്ളിയിൽ എനിക്ക് തോന്നിയത്. പുള്ളി എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്തത്. പുള്ളിക്കാരൻ സ്ത്രീ വിരുദ്ധത പറയുന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നിലപാട് പറയും, തല ഉയർത്തി നിൽക്കും എന്നെല്ലാം അങ്ങനെ പറഞ്ഞ്. തല ഉയർത്തി നിൽക്കുവോ അതോ എല്ലാവരും കൂടെ തല കെട്ടിത്തൂക്കിയിട്ട് ആട്ടുവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതോടൊപ്പം തന്നെ പുള്ളി ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സൺ ആണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. എൻ്റെ പൊന്നളയാ, ബുദ്ധിയും വിവരം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പറയാ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കണ്ടിട്ട് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുവരെ വന്ന കോമണറിൽ ഇത്രയും ആറ്റിറ്റ്യൂഡ് എന്തിനാ? രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത് അനുമോളാണ്. അനുമോളോടൊക്കെ കട്ട ചാടാ. ആരാണ്, എന്താണ്, എന്നെ അറിയാമോ? ഈ ഒരു സ്റ്റൈലിലാണ് പുള്ളി സംസാരിച്ചത്. കൊള്ളാം, തുടക്കം തന്നെ മികച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടസ്റ്റന്റിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത് അനുമോളാണ് ഹൗസിനകത്തേക്ക് കയറിയത്. അനുമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സ്റ്റാർ മാജിക്കിലെ ഒരു വ്യക്തിത്വമാണ്. ഒരു തമാശയിലൂടെ നമ്മളിലേക്കൊക്കെ വന്നൊരു വ്യക്തിത്വമാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അനുമോൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ല. അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി റെഡിയാവും. സ്റ്റാർ മാജിക്ക് തന്നെ ഒന്ന് പറഞ്ഞു 1 2 ഇങ്ങനെ 1 2 പറഞ്ഞ് കിടന്ന് പട്ടി മോങ്ങുന്നതിൽ മോങ്ങിയിട്ടുള്ള ആളാണ് ഈ അനുമോള്. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അനുമോളെ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തു. ഇനി മൂന്നാമത് കയറിയിട്ടുള്ളത് ആര്യൻ കത്തോരിയ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരനൊക്കെ കണ്ടു കഴിഞ്ഞാൽ രൺബീർ കപൂറിന്റെ ലുക്ക്. പുള്ളിക്കാരൻ ഒരു ആക്ടറാണ്. പുള്ളിക്കാരൻ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന പോലെ തോന്നി. ഒരു നല്ല മോഡലാണ്. ഇപ്പോൾ റീസെന്റിലായിട്ട് ഇറങ്ങിയ വടക്കൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവ് ഡി കോഡ്സിൽ പുള്ളിക്കാരനും കൂടെ അഭിനയിച്ചിട്ടുണ്ട് പടത്തിനകത്ത്. അപ്പോൾ ആ പടത്തിനകത്തെ അഭിനേതാവാണ് വന്നിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഒരു അർജുൻ്റെ റിപ്ലിക്കായിട്ട് തോന്നി. നമ്മുടെ കഴിഞ്ഞ സീസണിലെ അർജുനെ പോലെ ഒരു ഇച്ചിരി സ്റ്റൈലിഷ് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നി. എനിക്ക് കഴിഞ്ഞ സീസണിലെ കുറെ ആളുകളുമായിട്ട് ഇത്തവണത്തെ ആളുകൾക്ക് മാച്ച് ഉള്ള പോലെ തോന്നി. അപ്പോൾ ആര്യൻ കത്തൂരിയ പുള്ളി നല്ലൊരു മാന്യനാണ് ബിഗ് ബോസ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയും. നാലാമതായിട്ട് കയറിയത് കലാഭവൻ സരിക.
ഈ സരിക ആ വീട്ടിൽ വന്ന ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും പുള്ളിക്കാരിക്ക് അറിയാം, പുള്ളിക്കാരിക്ക് വളരെ പരിചയമുണ്ട്. മിമിക്രി ലോകത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടൊരു ബന്ധമുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉപയോഗിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പിന്നെ എനിക്ക് പുള്ളിക്കാരിയിൽ തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി എന്നത്ത് പറയുന്നുണ്ട് ഹസ്ബൻഡിനെ മിസ് ചെയ്യും, ഹസ്ബൻഡ് ഫോട്ടോ എടുത്ത് തോന്നുന്നു, ഹസ്ബൻഡ് കോൺഷ്യസ്. നമ്മുടെ പുറത്ത് നിന്ന് രേണുസുതി കുറെ നാൾ കളിച്ച അതേ കളി, അതേ ഒരു ലൈനാണ് ഈ സരിക ചേച്ചി കളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു ഹോം സിക്നസ്, അല്ലെങ്കിൽ വീട്ടിനോട് അഭേദമായ സ്നേഹമുള്ള ഒരാൾ. കഴിഞ്ഞ തവണ ജിൻഡോ കളിച്ചൊരു കളിയുണ്ടല്ലോ, അമ്മപ്പാസും, അതേപോലെ ഒരു ഹസ്ബൻഡ് പാസും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തരാകുമോ എന്തോ, കണ്ടറിയാം. നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ ആരെയും അടിവരയിട്ട് വിലയിരുത്തുന്നില്ല. ഓരോ ദിവസം പോകെ പോകെ നമുക്ക് വില ഇരുത്താം. ഇരുത്തുവോ, നിൽക്കുവോ, കെട്ടിത്തൂക്കിയിട്ട് ആട്ടുവോ, എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അടുത്തത് അഞ്ചാമതായിട്ട് കയറിയത് അക്ബർ ഖാൻ. ഈ അക്ബർ ഖാൻ വളരെ അടിപൊളി ഒരു സിംഗറാണ്. എന്തൊരു പാടാണ് ഈ പേര് പറയാൻ. അക്ബർ ഖാൻ നല്ല അടിപൊളി ഒരു സിംഗറാണ്. പുള്ളി ഒരു പാട്ടൊക്കെ പാടി വന്നു. പുള്ളി തൃശ്ശൂരുകാരനാണ്. കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഏതോ ഒരു ഷോയിൽ ഫസ്റ്റ് റണ്ണറപ്പ് ഒക്കെ ആയിരുന്നു ഈ പാട്ടുമായിട്ടുള്ള പ്രോഗ്രാമിൽ. പുള്ളിക്കാരൻ ടാഗ് ലൈനായിട്ട് പറഞ്ഞ സാധനം എന്നാ നിങ്ങൾക്ക് അറിയാമോ? പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ പിച്ച് ഔട്ട് ആവുമായിരിക്കും, പക്ഷേ സംസാരിക്കുമ്പോൾ പിച്ച് ഔട്ട് ആകത്തില്ലെന്ന്. പിച്ച് ഔട്ട് ആവുമോ, പിച്ച് കീറി തിന്നുവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ പുള്ളി ഒരു മാന്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ്റെ ഒരു രീതികളൊക്കെ കണ്ടിട്ട് കുറച്ച് നാൾ നിലനിൽക്കാനുള്ള ഒരു കാലിബർ ഉള്ളതായിട്ട് തോന്നി. ഇനി അറിയത്തില്ലല്ലോ, പുറത്തുനിന്ന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷനിൽ കാണുമ്പോൾ എന്തൊരു മനുഷ്യനാന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എന്തൊരു മനുഷ്യനാ, ആ ലെവലിലാവുമോ നമുക്കറിയത്തില്ല. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. ആറാമതായിട്ട് ആ വീട്ടിലേക്ക് കയറിയത് RJ ബിൻസിയാണ്. RJ ബിൻസി ഒരു നല്ല രീതിയിൽ ഇടപെട്ടു, വന്നവരോട് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചു, എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപെട്ടു. ഒരു മാന്യായ വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുമായിട്ടും ഇടപെട്ടു. അവിടെ എല്ലാം ഈ അനീഷു കോമണർ മുടിഞ്ഞ ചാട കേട്ടോ. ഞാൻ ഫസ്റ്റ് വീടൊന്ന് കണ്ടേ, ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ, ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത്. എനിക്ക് പുള്ളിക്കാരനെ ഫസ്റ്റിലെ തന്നെ ഡാർക്ക് അടിച്ചു. ബാക്കി ആരെയും എനിക്ക് അത്ര നെഗറ്റീവ് ആയിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ തുടക്കത്തിൽ തന്നെ എന്തോ ഒരു അരഗന്റ് ഫേസ് കാണിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ഈ RJ ബിൻസിയൊക്കെ നല്ല രീതിയിലാണ് ഇടപെട്ടതും സംസാരിച്ചതും ഒക്കെ. ഇനി ആളൊരു പൂച്ചയായി പോകുന്നൊരു ചെറിയ സംശയം എനിക്കുണ്ട്. ഏഴാമതായിട്ട് വന്നത് ഒനിൽ സാബു ആണ്. ഈ ഒനിൽ സാബു എന്ന് പറയുന്ന ആൾ ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളി പാചകത്തിൽ എന്തൊക്കെയോ വലിയ കൊണാണ്ടർ ഉള്ള ആളാണ്. അപ്പൊ അവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം. അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടിട്ട് വളരെ കാലിബർ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രതീക്ഷ ഉണർത്താൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിലാണ് ഇത്രയും പേര് പറഞ്ഞത് എനിക്കൊരു അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ തോന്നിയത് ആൾക്കാരെയൊക്കെ കണ്ടതില്ല. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പൂച്ചക്കുട്ടിയായിട്ട് മാറിയിരിക്കും എന്നുള്ളത് കണ്ടറിയണം. എട്ടാമത് കയറിയത് ബിന്നിയാണ്. ഈ ബിന്നി എന്ന് പറയുന്ന ആൾ ഡോക്ടറാണ്, അതേപോലെ തന്നെ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഈ സീരിയൽ ആക്ട്രസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളും ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു അയ്യോ പാവം, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്രീധുവിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പുള്ളിക്കാരി ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള ആളാണ്. എല്ലാ സീസണിലും ഉള്ള പോലെ തന്നെ ഏഷ്യാനെറ്റിലുള്ള ആളുകളെ കൂടുതലായിട്ട് അങ്ങോട്ട് വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിലുള്ള ആളുകൾക്ക് മുൻഗണനയുണ്ട്, തൃശ്ശൂരുകാർക്ക് മുൻഗണന കിട്ടിയിട്ടുണ്ട്. കൊല്ലംകാരൊന്നും ആർക്കും വേണ്ടത്തെന്തത്. ഒമ്പതാമതായിട്ട് കയറിയത് അഭിലാഷാണ്. നമ്മുടെ അഭിശ്രീ ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്കാരൻ്റെ കാലിനൊരു പ്രശ്നമുണ്ട്, കാലൊരു ചെറിയ ഇഷ്യൂ ഉള്ള ആളാണ്. പക്ഷെ ആ ഇഷ്യൂ ഒന്നും എങ്ങും ബാധിക്കത്തില്ല. പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസറാണ്, പുള്ളിക്കാരൻ നല്ല ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പോൾ ഫിസിക്കലി ആള് സ്ട്രോങ് ആണ്. കാലിൻ്റെ ഒരു പോരായ്മ ഒരിക്കലും പുള്ളിയുടെ മനോധൈര്യത്തെയും കാര്യങ്ങളും ഒന്നും ബാധിക്കാൻ സാധ്യതയില്ല. ഞാൻ ഈ അഭിശ്രീയെ ഞാൻ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ്. അപ്പോൾ പുള്ളി അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരാളാണ്. സംസാരിക്കേണ്ട വിഷയങ്ങളെല്ലാം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു കോർണറിങ് വന്നു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിരിക്കാം. പുള്ളിക്കാരൻ്റെ തിരിച്ചുള്ള മറുപടികളും റിയാക്ഷനും എങ്ങനെ നമ്മൾ കണ്ടിരിക്കാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ ഈ 24/7 കാണുമ്പോഴത്തേനും. ആരെ 24/7 കാണുന്നത്? അതെന്തെങ്കിലും ആട്ടെ. പത്താമത്തെ ആളെന്ന് പറഞ്ഞാൽ റെന ഫാത്തിമയാണ്. ഇൻഫ്ലുവൻസർ ആണ്, സ്റ്റുഡൻ്റ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല, അങ്ങനെ പറഞ്ഞല്ല, ആള് നല്ല കഴിവുറ്റ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നി. പിന്നെ അത്യാവശ്യം നമുക്ക് കണ്ടറിയാം, കാരണം ഇവരെ ഒന്നും നമുക്ക് അറിയില്ല. ഞാൻ ഈ ഇൻഫ്ലുവൻസറിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത എന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. തകർത്താടുവോ അതോ അവിടെ കിടന്ന് കഥകളിയാടുവോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 11ാമതായിട്ട് അവിടെ കയറിയത് നമ്മുടെ പണ്ട് ഏഷ്യാനെറ്റ് ഒരു സംഭവമില്ലായിരുന്നു, മുൻഷി എന്ന് പറഞ്ഞൊരു കോഴിയെ പിടിച്ചുകൊണ്ടിരുന്ന മുൻഷി. ആ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് 11ാമതായിട്ട് കയറിയത്. പുള്ളിക്കാരനാണ് വീട്ടിലൊരു കാർണവർ സ്ഥാനം ഏൽക്കാൻ സാധ്യതയുള്ളത്. പുള്ളീനെ ഒത്തിരി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പ്രകടനം എങ്ങനെയാണെന്ന് അറിയത്തില്ല. കരുനാഗപ്പള്ളിക്കാരനാണ്, കൊല്ലംകാർ നമ്പർ 2.
ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കൊല്ലംകാരില്ലെന്ന്. കൊല്ലംകാരുണ്ട്. ഈ ബിഗ് ബോസിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്തു നിന്നുള്ളവർ വലിയൊരു സ്ഥാനമാണ് വെച്ചിരുന്നത്, അല്ല എടുത്തത്. റിയാസിനെ, റിയാസ് അലി അല്ല, ഞാൻ അഖിൽമാരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതുപോലെ കൊല്ലത്തു നിന്നുള്ളവരുടെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. 12ാമതായിട്ട് കയറുന്നത് ജിസിൽ ജിസൽ ജിസൽ ഒരു ഹിന്ദിക്കാരി. ഹിന്ദിക്കാരി എന്ന് പറഞ്ഞാൽ മുംബൈയിലുള്ള ആള്. അമ്മ ആരോ മലയാളമൊക്കെ സംസാരിക്കും. മലയാളം കുറച്ച് അറിയും. നമ്മളുടെ ജാൻമണിയുടെ സംസാരം പോലത്തെ ഒരു സംസാരം. ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കാണാനുള്ള ഭംഗി എൻ്റെ തലേന്ന് പോകുന്നില്ല. അപ്പൊ പോട്ടെ, ആള് നല്ല സൂപ്പറാണ്. ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യമായിട്ടായിരിക്കും മറ്റൊരു ബിഗ് ബോസിൽ പങ്കെടുത്ത ആൾ ഇവിടെ പങ്കെടുക്കുന്നത്. കുറച്ച് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ചത് വെച്ചിട്ട് ആൾ നല്ല പോഷ്, നല്ല റിച്ച് ലൈഫാണെന്ന് തോന്നുന്നു. അപ്പോൾ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് നമുക്കറിയത്തില്ല, നമുക്ക് റിച്ച് ആയിട്ടുള്ള ആരും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരി എങ്ങനെ ഇടപെട്ടുമൊന്നും അറിയത്തില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ഇത്രയും ഹൈ ലൈഫ് ജീവിച്ച ഒരാൾ എങ്ങനെ പെരുമാറും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കാണാൻ ഇച്ചിരി ഭംഗിയുള്ള നമ്മുടെ ഈ ആര്യനായാലും ഈ പെൺകുട്ടിയായാലും ഇങ്ങനെ കാണാൻ ഭംഗിയുള്ളവരോടൊക്കെ ലൈഫ് പാർട്ട്ണറെ കുറിച്ചുള്ള ഒരു ഇതെന്താന്ന് ബിഗ് ബോസ് അങ്ങോട്ടൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ലവ് ട്രാക്ക് എവിടെയോ മണക്കുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ ലവ് ട്രാക്കിനുള്ള ആൾ വേറെ കയറിയിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ പറയാം. 13ാമതായിട്ട് ആ വീട്ടിൽ കയറിയിരിക്കുന്നത് ശാരികയാണ്. ശാരിക ലൈഫ് ഓഫ് അനന്തം ഉണ്ടല്ലോ, വെച്ചരിയവരെ ഉറപ്പാണ്. അതുൽ ബ്ലോഗ്സ് ഉണ്ടല്ലോ, ആ അരിഞ്ഞതിനകത്തിട്ട് മുളക് പൊടി വാരി വെതറും. ബിവി ഉണ്ടല്ലോ, ഈ വെതറിയത് എണ്ണയ്ക്കകത്തിട്ട് വറക്കും. അതായിരിക്കും ശാരികയുടെ ഒരു അവസ്ഥ. രേണുസുതിയെ നേരത്തെ അറിയാം. അപ്പോൾ രേണുസുതിയുടെ തോളെ കേട്ടിട്ട് പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുകത്തിരുമോ അളിയ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമോ നമുക്കറിയില്ല. അത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു. ജോയിന്റ് ആയിട്ടുള്ള പ്ലേ നടത്തുമോ, ഒറ്റയ്ക്ക് നിന്ന് പ്ലേ ചെയ്യുമോ, അവരുടെ ഇമേജ് അവർ കൂട്ടുമോ, അതോ കൂടിക്കിടക്കുന്ന ഇമേജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുമോ എന്നൊക്കെ കണ്ടാലേ അറിയാൻ പറ്റൂ. ശാരികയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ഫേസ് അല്ല, ശരിക്കും നല്ല തങ്കപ്പേട്ടനോ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ശാരികയുടെ പ്രകടനം എന്താണെന്ന്. എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എടുത്തിട്ട് അലക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 14ാമതായിട്ട് കയറിയിരുന്നത് ഷാനവാസ് ഷാനു. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. എല്ലാ തവണയും ബിഗ് ബോസിൽ കൂടുതലും വരുന്നത് ഈ പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ്. ഏഷ്യാനെറ്റുമായിട്ട് കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുപോലെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരൻ. വന്ന് ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ സീരിയൽ കണ്ടില്ല, എനിക്ക് പുള്ളിയെക്കുറിച്ചൊരു കിണയെ അറിയത്തില്ല. നമുക്കതൊക്കെ പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. 15ാമതായിട്ട് കയറുന്നത് നവീനാണോ നവീനാണോ എന്നറിയത്തില്ല. പോകെ നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്. പുള്ളിക്കാരൻ ഒരു ഡാൻസറാണ്. എനിക്ക് നമ്മുടെ കഴിഞ്ഞ മുടിയനെ പോലെ ഫീൽ ചെയ്തു. അതേപോലെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ഹുബ്ബ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടാണ് വന്നത്. അത് മാത്രമല്ല, സ്ത്രീജനങ്ങൾക്ക് കൈയെടുക്കുമ്പോൾ ഒരു കൊഞ്ചല് ഞാൻ കണ്ടു കേട്ടോ. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ജബ്രിയുടെ ഫീൽ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ആണുങ്ങൾക്ക് കൈ കൊടുക്കുമ്പോഴത്തേനും നവീൻ, പെണ്ണുങ്ങൾക്ക് കൊടുക്കുമ്പോഴത്തേനും നവീൻ, യുവർ സ്റ്റൈൽ വാസ് സോ ഗുഡ് ഏനാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ ഫസ്റ്റ് ഇംപ്രഷനെ നമ്മളൊന്നും വിലയിരുത്തുന്നില്ല. ഇത് ജസ്റ്റ് ഒരു റിവ്യൂ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ നിഷ്പക്ഷമായിരിക്കും നമ്മുടെ സംഭവം. എനിക്കൊരാളെ ഇഷ്ടമുണ്ടാവും, എന്നാലും നിഷ്പക്ഷമായിരിക്കും. ഓക്കെ. 16ാമതായിട്ട് കയറിയത് ആദില ആൻഡ് നോറയാണ്. രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഇവർ രണ്ടുപേര് വന്നിട്ടുള്ളത്. ഇവര് ഒരു മറ്റേ LGB ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവർക്കൊരു സവിശേഷതയുണ്ട് ഇതിനകത്ത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സീസണിൽ ഇതുപോലെ രണ്ടുപേര് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്കുള്ളൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഓൾറെഡി ഫാമിലിയായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. ഫാമിലിയായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഈ രണ്ടുപേര് പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവരാരും മിസ് ചെയ്യാൻ പോകുന്നില്ല. രണ്ടുപേര് ഭാഗത്തുണ്ട്. ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ രണ്ടുപേരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനുണ്ട്. ഇനി അത് രണ്ടും കൂടെ തല്ലിപ്പിരിക്കുവോ, ബിഗ് ബോസ് അതിൻ്റെ നടുക്കുകൊണ്ട് കത്തി വെക്കുവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയണം. ഏതായാലും അവർ കുറച്ചും കൂടെ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. കാരണം അവർക്കൊരു മിസ് ഫീൽ ഉണ്ടാകാനാവില്ല. പുറത്ത് അങ്ങനെ ഒരാളില്ല, ഇവരെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പാർട്ട്നേഴ്സൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ജോയിന്റ് ബന്ധം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. 17ാമതായിട്ട് കയറിയത് അഡ്വക്കേറ്റ് ശൈത്യയാണ്. ഈ ശൈത്യ ആരെന്നറിയോ, ഒരു ചിരിക്കാത്തുണ്ടായിരുന്നു. അതിനുശേഷം ഏതോ ഒരു പ്രോഗ്രാമിൽ പോയി പങ്കെടുത്തിട്ട് ശ്വേതാമേനോൻ ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് പ്രൈസ് മേടിക്കാതെ തിരിച്ചു വന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പുള്ളതിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തി, ആ പെർഫോമൻസ് നടത്തിയിട്ട് ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കി, അപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ മുതലാകത്തില്ല, ഫസ്റ്റ് വേണം. ആ ഫൈനലിൽ അവർ കളിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ടീമാണ് ഈ ശൈത്യ. അഡ്വക്കേറ്റ് ആണ്. അപ്പൊ 2 അഡ്വക്കേറ്റായി. അഡ്വക്കേറ്റ് ആയതുകൊണ്ട് വാചാലമായി സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. ജൂനിയർ അഡ്വക്കേറ്റ് ആണ്, കോച്ചിങ്ങിൽ വല്ലതായിരിക്കും.
പുള്ളിക്കാരിയിൽ നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഒത്തിരി സ്ട്രോങ് ആണെന്ന് ചിന്തിക്കുന്നവരായിരിക്കുമല്ലോ മാറിപ്പോയിരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. പിന്നെ ശൈത്യ ആദ്യം തന്നെ ലാലേട്ടന് ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ടങ്ങ് സൂചിപ്പിച്ചു. ഏതാ നമ്മുടെ മറ്റേ സുഖിപ്പീര് ലൈൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് ശൈത്യ തുടങ്ങിയത്. ലാലേട്ടന് മനസ്സിലായി കാണും, ലാലേട്ടൻ പൊട്ടണമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എടുത്ത് ഉടുക്കുമോ അതോ വലിച്ചു കീറി ഒട്ടിക്കുമോ എന്ന് കണ്ടറിയാം നമുക്ക്. 18ാമതായിട്ട് നമ്മുടെ രേണുസുതിയാണ് അങ്ങോട്ട് കയറിയത്. ഇവരെന്നാ വലിയ കള്ളിയാണെന്നറിയോ? ഇവര് ബിഗ് ബോസിലേക്ക് പോയി, ഇവര് ഫ്ലൈറ്റ് കയറി എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ച സമയത്ത് വരെ ഇവർ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ ഫ്ലൈറ്റ് കയറി, എന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നു, ഞാൻ തേണ്ട എന്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട് എന്ന് പച്ച കള്ളം കയറുന്നതിന് മുമ്പത്തെ ദിവസം വരെ ഇവിടെ നിന്ന് മെഴുകിയിട്ടാണ് അങ്ങോട്ട് കെട്ടിയെടുത്ത് പോയിരിക്കുന്നത്. സോ അവരവിടെ ചെന്നല്ലേ അവരുടെ കള്ളത്തിനെ കാണിക്കത്തുള്ളൂ. അവർ പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മറ്റേ ജെന്യൂനായിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നു. അപ്പൊ പിന്നെ ഒന്നും പേടിക്കല്ല, സെറ്റ്, ഫുൾ പരിപാടി സെറ്റ്. പിന്നെ അവിടെയും പോയി സുധിച്ചേട്ടനെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ ആദ്യം ഇൻട്രോ എടുത്ത സമയത്ത് സുധിച്ചേട്ടന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് കയറിയ സമയത്ത് സുധിച്ചേട്ടാ ഞാൻ വന്നു സുധിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇനി അവിടെയും കൂടെ കൊണ്ടിട്ട് നാണം കെടുത്ത് നിങ്ങളുടെ വിഷയങ്ങളും സുധിച്ചേട്ടനെ അറിയാത്തവരിലേക്കും കൂടി ഈ സാധനം എത്തിക്കുക. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രേണു സുധി ഇപ്പൊ ഭയങ്കര കിടിലുമാണ്, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയ മഹത് പ്രതിഭയാണെന്നൊക്കെ പറഞ്ഞിട്ട് സൂചിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഹസ്ബൻഡ് സ്നേഹം, അതേപോലെ ഒരു ഹസ്ബൻഡ് സ്നേഹം ഇവിടെ ഉണ്ട്. പിന്നെ രേണുസുതി സ്വാഭാവികമായിട്ടും വൈറലാകാൻ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഒന്നോ അതിലധികമോ ഒരു ലവ് ട്രാക്ക് പിടിക്കുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. നിങ്ങളുടെ അനുമാനം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും. ഇനി ലാലേട്ടൻ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ താൻ ആരോടോ എൻ്റെ തന്തയാണോ എന്ന് ചോദിക്കുമെന്ന് അറിയത്തില്ല. പുള്ളിക്കൊരു താനാരോ തന്നാരോ തന്തയുടെ തന്താരോ ഒരു പരിപാടി ഉണ്ട്, അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ രേണുസുതിക്ക് ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, കൂടുതൽ നെഗറ്റീവ് ആകാൻ ഇല്ലല്ലോ, ഫുൾ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് വന്നാലും പുള്ളിക്കാരിക്ക് അത് പോസിറ്റീവാണ്. ഇതിൽ നെഗറ്റീവ് എന്തെങ്കിലും കുറയത്തുള്ളൂ, ഇതിലേക്ക് കൂടാനുള്ളതില്ല. ഏറ്റവും പീക്ക് 100% നെഗറ്റീവിലാണ് രേണുസുതി അകത്തേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനില്ല. ഇനി പുള്ളിക്കാരിക്ക് വോട്ട് കിട്ടുമോ എന്നുള്ളത് അല്ലറെ ഗോവിന്ദ ആരെ ഗോവിന്ദ. പോകുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങളൊന്ന് പോസിറ്റീവ് ആകാൻ ശ്രമിച്ചിട്ട് പോകണമായിരുന്നു. തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് മനസ്സിലായതിന്. ലാസ്റ്റ് ദിവസവും വെറുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, എന്താണെന്നുള്ള അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോഴും ഇൻസ്റ്റയിൽ വന്നേക്കുന്ന സാജൻ സ്കറിയ കോപ്പിറൈറ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് മികച്ച നടിയാണ്, മികച്ച നടി. 19 അവസാനമായിട്ട് നമ്മുടെ അവിടേക്ക് കയറിയിട്ടുള്ളത് അപ്പാനി ശരത്താണ്, ആക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. പുള്ളിക്കാരനിൽ നിന്ന് നല്ലൊരു പ്രകടനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കഴിവുള്ള വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഏതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ആ കയറിയതിൽ ഏറ്റവും പോപ്പുലർ അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ള ആൾ, വാല്യൂ ഇൻ ദ സെൻസ് ഫേസ് വാല്യൂ ഉള്ള ആൾ ഇദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ടാസ്കിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു കണ്ണ് കെട്ടി തപ്പിപ്പോയി കൊണ്ട് പൊത്തുന്നൊരു ടാസ്ക്. ആ ടാസ്കിൽ 3 പേരെ ജയിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്ന് ആര്യൻ ജയിച്ച്, ബിന്നി ജയിച്ച്, ഷാനവാസ് ജയിച്ച്. അതിനകത്ത് ആര്യൻ 19 സെക്കൻഡിൽ ഈ പരിപാടി പൂർത്തിയാക്കി, മറ്റ് 2 പേര് 29 സെക്കൻഡിൽ പൂർത്തിയാക്കി. അപ്പൊ ഇവർക്ക് 3 പേർക്ക് ഈ കൈ കെട്ടുന്നൊരു സുനാപ്പി കൊടുത്ത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 പേർക്ക് മാത്രമേ തുണികളെല്ലാം കൊടുത്തുള്ളൂ, ഇവർ കൊണ്ടുവന്ന പെട്ടികളെല്ലാം കൊടുത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും തുണി കൊടുത്തില്ല. അതാണ് ബിഗ് ബോസിന്റെ 7ന്റെ പണിയിലെ 1ാമത്തെ പണി. തുണി കിട്ടണ എന്ത് ചെയ്യണം? ഇവരുടെ കൈ കിടക്കുന്ന ഈ സാധനം ഇവരാരെങ്കിലും അടിച്ചു മാറ്റണം, എന്നാലേ തുണി കിട്ടും. ഇല്ലെങ്കിൽ തുണി ഇല്ലാതെ കിടന്ന് കളിക്ക്. അതായത് നീയൊക്കെ തുണി ഇല്ലാതെ ഇവിടെ കിടന്ന് ഓടും എന്നൊരു സിംബോളിക് റെപ്രസെന്റേഷനാണ് നമ്മുടെ ബിഗ് ബോസ് തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെല്ലാം യൂണിഫോം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഷെഡ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്കറിയത്തില്ല, നൈസായിരിക്കും ഇല്ലയോ? എന്തായാലും നിങ്ങൾക്ക് ഈ സീസൺ മികച്ചതാകുമോ അതോ കഴിഞ്ഞതിലും വലിയ വാഴകൾ ഉണ്ടാകുമോ? ഇതൊക്കെ കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നതിനുള്ള കമന്റുകളായിട്ട് രേഖപ്പെടുത്തൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ വായിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട്, ഇതേ കണ്ടസ്റ്റൻസിന്റെ മറ്റൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ബൈ.